ഹായ് ഹലോ എവരി വൺ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നാണ് സ്കിൻ കെയർ ആക്റ്റീവ്സ്. അതായത് നമ്മളിപ്പോൾ നിയാസിനമൈഡ്, വിറ്റാമിൻ സി, അതുപോലെ തന്നെ ഒരുപാട് ആസിഡ്സ് ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഇതൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്? അപ്പോൾ നമുക്ക് നോക്കാം. നിയാസിനമൈഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഓപ്പൺ പോർസിനും ഓയിൽ കൺട്രോളിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആക്റ്റീവാണ് നിയാസിനമൈഡ്. അതുപോലെ തന്നെ വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനൊരു ഗ്ലോ കിട്ടാനും ഒന്ന് ബ്രൈറ്റ് ആവാനും ടാൻ ഒക്കെ മാറാനായിട്ടാണ് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ലെവൽ ഓഫ് മോയ്സ്ചർ നമ്മുടെ സ്കിന്നിൽ നിലനിർത്താനുമായിട്ടാണ് ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് റെറ്റിനോയിഡ്സിന് റെറ്റിനോൾ, വിറ്റാമിൻ എ എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ റെറ്റിനോയിഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് മെയിനായിട്ട് ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആക്റ്റീവാണ്. അതായത് നമ്മുടെ സ്കിന്ന് ഭയങ്കര മെച്ചുവേർഡായി അല്ലെങ്കിൽ ഒരു 25+ ആയി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സ്കിൻ കെയർ ആക്റ്റീവാണ് റെറ്റിനോൾ. അപ്പോൾ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ആദ്യം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പോൾ ബാക്കി സ്കിൻ കെയർ ആക്റ്റീവ്സും അതിൻ്റെ ഫങ്ഷൻസുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.